ന്യൂസ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഴക്കെടുതിയിൽ വലഞ്ഞ നാട്. ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനം. 4 ഡാമുകൾ തുറന്നു. മലയോരങ്ങളിലും തീരപ്രദേശങ്ങളിലും ആയിരക്കണക്കിന് മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയവേ പൊന്നാനിയിലെ വിഭവസമൃദ്ധമായ വിരുന്നിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർക്കെതിരെയാണ് വിമർശനം കടുക്കുന്നത്. വൻ ഭീകരാക്രമണ ഗൂഢാലോചന പൊളിച്ച് STF. ജന്തർമന്ദറിൽ അക്രമത്തിന് പദ്ധതിയിട്ട യുവാവും കാമുകിയും അറസ്റ്റിൽ. ഓഹരി നിക്ഷേപങ്ങളും ഫ്രീലാൻസിംഗും ബിസിനസ്സും ഇന്ത്യക്കാരുടെ സാമ്പത്തിക ശീലങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ജേഴ്സി നിറമാറ്റം പ്രതികരിച്ച മുൻ ഹോക്കി താരം PR ശ്രീജേഷ്. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിൽ മഴയുടെ ശക്തിയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇതിനോടകം തന്നെ 4 അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ മഴയുടെ ശക്തി നേരിയതായി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജാഗ്രത തുടരുകയാണ്. കാരണം അണക്കെട്ടുകളിലേക്ക് വെള്ളം എത്തുന്നത് ഇപ്പോഴും അതിശക്തമായ നിരക്കിലാണ്. ഈ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇടുക്കിയിലെ 4 അണക്കെട്ടുകൾ ഇതിനോടകം തന്നെ തുറന്നു. കല്ലാർകുട്ടി, കല്ലാർ, പാമ്പ്ള, മലങ്കര എന്നീ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിയാണ് വെള്ളം സുരക്ഷിതമായി ഒഴുക്കിവിടുന്നത്. നിലവിൽ ജില്ലയിൽ മഴയ്ക്ക് കാര്യമായ ശമനമുണ്ട്. എങ്കിലും ഇടവിട്ടുള്ള മഴയും മലയോര മേഖലകളിൽ നിന്നുള്ള ശക്തമായ നീരൊഴുക്കും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന്റെ മുൻകരുതൽ എന്ന നിലയിലാണ് അധികൃതർ ഡാമുകൾ തുറന്നത്. ഏറ്റവും ശ്രദ്ധേയം ഇടുക്കി റിസർവോയറിലെ ജലനിരപ്പാണ്. ഇത് അതിവേഗത്തിൽ ഉയരുകയാണ്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം 9 അടി ഉയർന്നു. നിലവിലെ ജലനിരപ്പ് 2339.62 അടിക്ക് മുകളിലാണ്. താരതമ്യേന കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇത് 2376.20 അടിയായിരുന്നു. അതേസമയം മുല്ലപ്പെരിയാർ ഡാമിലെ സ്ഥിതി ആശങ്കാജനകമല്ല. നിലവിലെ ജലനിരപ്പ് 116.7 അടി മാത്രമാണ്. എന്നിരുന്നാലും പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കനത്ത മഴയും കാറ്റും ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ മാത്രം ശക്തമായ കാറ്റിലും മഴയിലും 14 വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു. പലയിടത്തും മരങ്ങൾ കടപുഴുകി വീണു. ദുരന്ത സാധ്യത കണക്കിലെടുത്ത് ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഇപ്പോൾ ജില്ലയിലെ 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 101 പേർ കഴിയുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും സർക്കാർ ഉറപ്പാക്കുന്നു. കുമളി പൂപ്പാറ സംസ്ഥാന പാതയിൽ പുളിയൻമലയ്ക്ക് സമീപം റോഡിലേക്ക് വീണ വൻമരം മുറിച്ചുമാറ്റുന്ന ജോലികൾ അവസാന ഘട്ടത്തിലാണ്. തൊഴിലാളികളും അഗ്നിശമന സേനയും ചേർന്ന് ഗതാഗത തടസ്സം പൂർണ്ണമായും നീക്കാനുള്ള ശ്രമത്തിലാണ്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഭീഷണി തുടരുന്നതിനാൽ ഇടുക്കിയിൽ രാത്രികാല യാത്രാ നിരോധനം കർശനമായി തുടരുന്നു. വിനോദസഞ്ചാരികളുടെ സുരക്ഷ കണക്കിലെടുത്ത് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും വിലക്കിയിട്ടുണ്ട്. അത്യാവശ്യമില്ലാത്ത മലയോര യാത്രകൾ പോകരുതെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്താകെ കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി പെയ്യുന്ന അതിശക്തമായ മഴ ജനജീവിതത്തെ താറുമാറാക്കി. മലയോരങ്ങളിലും തീരപ്രദേശങ്ങളിലും പ്രകൃതിയുടെ കോപം രൂക്ഷമാണ്. ഉരുൾപൊട്ടലും മിന്നൽ പ്രളയങ്ങളും പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളും ദുരന്ത നിവാരണ സേനയും അതീവ ജാഗ്രതയിലാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര അവലോകന യോഗങ്ങൾ ചേർന്നുവരുന്നു. ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മഴയ്ക്ക് ചെറിയ കുറവ് തോന്നാമെങ്കിലും ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ചരിത്രപരമായ നിരക്കിലാണ്. അതിവേഗം ഡാമുകളുടെ സുരക്ഷ മുൻനിർത്തി കർശന മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഡാമുകളുടെ താഴ്ന്ന ഭാഗത്ത് താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത് ഇടുക്കി തൊടുപുഴ കുടയത്തൂരിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട് തകർന്നൊരു സ്ത്രീ മരിച്ചുവെന്നതാണ്. വാഗമൺ കോലാഹലമേട്ടിലും സമാന ദുരന്തമുണ്ടായി. കോട്ടയം, മലപ്പുറം ജില്ലകളിൽ കുട്ടികളടക്കം നിരവധി പേർ വെള്ളക്കെട്ടിലും തോടുകളിലും വീണ് മരിച്ചു. സംസ്ഥാനത്താകെ ഇതുവരെ 8ഓളം പേർ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്താകെ 100-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ 65-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ക്യാമ്പുകളിൽ 1000-ലധികം ആളുകളുണ്ട്. ജിയോളജിക്കൽ സർവേയുടെ മുന്നറിയിപ്പ് പ്രകാരം മലയോരങ്ങളിൽ ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കടൽക്ഷോഭ സാധ്യതയുള്ള തീരങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റാനും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ പല ജില്ലകളിലും റെഡ്, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദീതീരങ്ങളിലും മലയോരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇടുക്കിയിൽ മഴ കുറഞ്ഞെങ്കിലും ഡാമിലെ ജലനിരപ്പും മണ്ണിടിച്ചിൽ ഭീഷണിയും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ജാഗ്രതാ അലർട്ടുകൾ തുടരും. എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുന്നു.
നാട് പ്രളയത്തിൽ മുങ്ങി ഉഴലുമ്പോൾ ദുരന്തമുഖത്ത് അടിയന്തര ശ്രദ്ധയും സഹായവും ഉറപ്പാക്കേണ്ട നേതാക്കളുടെ ഔചിത്യമില്ലായ്മയ്ക്കെതിരെ ജനരോക്ഷം പുകയുന്നു. മലയോരങ്ങളിലും തീരദേശങ്ങളിലും ആയിരക്കണക്കിന് മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയവേ പൊന്നാനിയിലെ വിഭവസമൃദ്ധമായ വിരുന്നിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടക്കമുള്ളവർക്കെതിരെയാണ് വിമർശനം കടുക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത കാലവർഷക്കെടുതിയും വെള്ളപ്പൊക്കവും രൂക്ഷമായി തുടരുമ്പോൾ ഭരണ നേതാക്കളുടെ ഔചിത്യമില്ലായ്മയ്ക്കെതിരെ അതിരൂക്ഷമായ ജനരോഷമാണ് ഉയരുന്നത്. വടക്കൻ ജില്ലകളിലടക്കം 10,000-കണക്കിന് കുടുംബങ്ങൾ പ്രളയഭീതിയിലും ദുരിതാശ്വാസ ക്യാമ്പിലും കഴിയുന്ന നിർണായക സാഹചര്യത്തിൽ പൊന്നാനിയിൽ മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫൈസൽ ബഫാക്കി തങ്ങളുടെ വസതിയിൽ സംഘടിപ്പിച്ച വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണ സൽക്കാരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വൻ വിവാദം പുകയുന്നത്. ഫൈസൽ ബഫാക്കി തങ്ങൾ തന്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച സൽക്കാരത്തിന്റെ ദൃശ്യങ്ങൾ നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും നാട് മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുമ്പോൾ നേതാക്കൾക്ക് വിരുന്നിന്റെ മേളമാണോ എന്ന് ചോദിച്ച് നെറ്റ്സൺസും പൊതുജനങ്ങളും രംഗത്തെത്തുകയും ചെയ്തു. പ്രകൃതി ദുരന്തത്തിന്റെ അടിയന്തര സാഹചര്യത്തിൽ ഗ്രൗണ്ട് ലെവലിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ജനപ്രതിനിധികൾ ഇത്തരം സൽക്കാരങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് ജനങ്ങളോടുള്ള അനാദരവാണെന്നും വിമർശനമുയർന്നതോടെ വിഷയം LDF നേതൃത്വം കടുത്ത രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു. ആയിരക്കണക്കിന് മനുഷ്യർ പ്രളയഭീതിയിൽ കഴിയുമ്പോൾ മുഖ്യമന്ത്രി ഈ ഔചിത്യമില്ലായ്മ കാണിക്കുമെന്ന് കരുതിയിരുന്നില്ലെന്നും സൽക്കാരങ്ങളല്ല ഏകോപനമാണ് ദുരന്തമുഖത്ത് വേണ്ടതെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ. പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ദുരന്ത നിവാരണ സെല്ലിൽ നിലയുറപ്പിച്ച കാര്യങ്ങളും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ മലയോര മേഖലകളും കടലാക്രമണത്തിൽ തീരദേശങ്ങളും ഉഴലുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് ജനങ്ങൾക്കിടയിലും പ്രതിഷേധം സൃഷ്ടിച്ചിട്ടുണ്ട്. ഡൽഹി ജന്തർ മന്ദറിൽ വൻ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട പാക് ഭീകരബന്ധമുള്ള 2 പേർ പിടിയിൽ. ജന്തർ മന്ദറിലെ പ്രക്ഷോഭങ്ങൾക്കിടെ പോലീസ് യൂണിഫോം ധരിച്ച് നുഴഞ്ഞുകയറി അക്രമം നടത്താനായിരുന്നു ഇവരുടെ നീക്കമെന്ന് ബംഗാൾ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് വെളിപ്പെടുത്തി. പശ്ചിമ ബംഗാളിൽ പാകിസ്ഥാൻ അധിഷ്ഠിത ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന യുവാവും കാമുകിയും പോലീസിന്റെ പിടിയിലായി. ബംഗാൾ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ അന്വേഷണത്തിൽ പൂർവ്വ ബർദമാൻ ജില്ലയിൽ നിന്നും ഹമീം മൊണ്ടേൽ എന്ന യുവാവിനെ ആദ്യം അറസ്റ്റ് ചെയ്യുകയും ഇയാളെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് കൂട്ടാളിയും കാമുകിയുമായ അർപ്പിത സർക്കാരിനെ ജാർഖണ്ഡിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന CJP പ്രതിഷേധത്തിനിടെ പോലീസ് യൂണിഫോം ധരിച്ച് നുഴഞ്ഞുകയറാനും അവിടെ അക്രമ പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും അഴിച്ചുവിടാനും ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി STF ഇൻസ്പെക്ടർ ജനറൽ ഗൗരവ് ശർമ്മ വ്യക്തമാക്കി. കൂടാതെ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ നിരീക്ഷിക്കാനും സുരക്ഷ കുറവുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും പാക് കേന്ദ്രങ്ങളിൽ നിന്ന് ഹമീമിന് നിർദ്ദേശം ലഭിച്ചതായും വെളിപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാരും പ്രമുഖരും ഉൾപ്പെടെയുള്ളവരെ ഹണി ട്രാപ്പിൽ കുടുക്കി വിവരങ്ങൾ ശേഖരിക്കുന്നത് അർപ്പിതയാണെന്നും സംസ്ഥാന മന്ത്രി ഉമേഷ് റായിയുടെ മകനെ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയെടുക്കാൻ ഇവർ പദ്ധതി ഇട്ടിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. ഇവരിൽ നിന്നും ബ്രിട്ടൻ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര സിം കാർഡുകളും വിദേശ ഹാൻഡ്ലർമാരുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ വാട്സപ്പ് ചാറ്റുകളും കണ്ടെടുത്ത പോലീസ് ഇവർക്ക് പാകിസ്ഥാനിലെ ഷഹ്സദ് ഭട്ടി സംഘവുമായും ജെയ്ഷെ മുഹമ്മദ് ശൃംഖലയുമായും ബന്ധമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് കഴിഞ്ഞ 4 വർഷമായി പ്രണയത്തിലായിരുന്ന ഇവരിൽ നിലവിൽ കോടതിയിൽ ഹാജരാക്കിയ ഹമീമിനെ 14 ദിവസത്തേക്ക് STF കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഈ ഭീകര ശൃംഖലയുടെ യഥാർത്ഥ വ്യാപ്തിയും കൂടുതൽ കണ്ണികളെയും കണ്ടെത്താനായി അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ക്ലിയർ ടാസ്ക് റിപ്പോർട്ട് പ്രകാരം 76% ചെറുപ്പക്കാർക്കും ഇപ്പോൾ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ. ഓഹരി നിക്ഷേപങ്ങളും ഫ്രീലാൻസിംഗും ബിസിനസ്സും ഇന്ത്യക്കാരുടെ സാമ്പത്തിക ശീലങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നുവെന്ന് പുതിയ റിപ്പോർട്ടുകൾ. ഒരു കാലത്ത് മാസാവസാനം കിട്ടുന്ന ശമ്പളവും കാത്തുനിന്ന് ജീവിതം തള്ളി നീക്കിയിരുന്നവരാണ് നമ്മൾ. എന്നാൽ ആ ശീലങ്ങളൊക്കെ ഇപ്പോൾ വേഗത്തിൽ മാറിമറിയുകയാണ്. ശമ്പളം മാത്രം പോരാ എന്ന പുതിയ മന്ത്രവുമായി നമ്മുടെ രാജ്യത്തെ പുതിയ തലമുറ സാമ്പത്തിക ലോകത്ത് വലിയൊരു വിപ്ലവത്തിന് തിരിച്ചടിച്ചിരിക്കുന്നു. കേവലം ഒരു ജോലിയിൽ മാത്രം ഒതുങ്ങാതെ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തി മുന്നേറുകയാണ് ഇന്നത്തെ ജെൻസി കുട്ടികൾ. പ്രമുഖ ടാക്സ് ഫയലിംഗ് പ്ലാറ്റ്ഫോമായ ക്ലിയർ ടാക്സ് പുറത്തുവിട്ട 2026-27 അസസ്മെന്റ് വർഷത്തെ പ്രാഥമിക കണക്കുകൾ പ്രകാരം ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. ഈ മാറ്റത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് 25 വയസ്സിന് താഴെയുള്ള പുതിയ തലമുറയാണ്. ജൂലൈ 20 വരെ ഫയൽ ചെയ്ത ആദായനികുതി റിട്ടേണുകൾ പ്രകാരം 25 വയസ്സിന് താഴെയുള്ള 76% നികുതിദായകരും തങ്ങൾക്ക് ഒന്നിലധികം വരുമാന മാർഗങ്ങളുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 വർഷം മുൻപ്, അതായത് 2022-23 കാലയളവിൽ ഇത് വെറും 14% മാത്രമായിരുന്നു. എന്നറിയുമ്പോഴാണ് ഈ മാറ്റത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുക. ശമ്പളമുള്ള ജോലിക്ക് പുറമെ ഓഹരി വിപണിയിലെ നിക്ഷേപം, ക്യാപിറ്റൽ ഗെയിൻസ്,
ഫ്രീലാൻസ് ജോലികൾ, സ്വന്തം സംരംഭങ്ങൾ എന്നിവയിലൂടെയാണ് ഇവർ അധിക വരുമാനം കണ്ടെത്തുന്നത്. കേവലം ഒരു ജോലിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഇന്നത്തെ ജൻസികൾ തയ്യാറല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ 76%. സാധാരണ ശമ്പള ജോലിക്ക് പുറമെയാണിത്. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ, ക്യാപിറ്റൽ ഗെയിൻസ് അഥവാ മൂലധന നേട്ടം, ഫ്രീലാൻസ് ജോലികൾ, സ്വന്തം സംരംഭങ്ങൾ എന്നിവയിലൂടെയാണ് ഈ മിടുക്കന്മാർ അധിക വരുമാനം കണ്ടെത്തുന്നത്. കേവലം സമ്പാദ്യം എന്നതിലുപരി നിക്ഷേപങ്ങളിലും ബിസിനസ്സുകളിലും സജീവമാവുകയാണ് ഇന്ത്യക്കാർ. 4 വർഷം മുൻപ് 9% മൂലധന നേട്ടം വഴി വരുമാനം കണ്ടെത്തുന്നവരുടെ എണ്ണം ഇപ്പോൾ 39% കുതിച്ചുയർന്നു. ഓഹരി വിപണിയിലടക്കം സാധാരണക്കാരുടെ പങ്കാളിത്തം എത്രമാത്രം വർദ്ധിച്ചുവെന്നതിന് തെളിവാണിത്. അതുപോലെ ബിസിനസ് വരുമാനം കാണിച്ചവരുടെ എണ്ണം വെറും 4% നിന്ന് 26% വർദ്ധിച്ചു. ഗിഗ് സമ്പദ്വ്യവസ്ഥയുടെയും ഫ്രീലാൻസിംഗിന്റെയും ജനപ്രീതിയാണ് ഇത് വ്യക്തമാക്കുന്നത്. ചെറുപ്പക്കാർ മാത്രമല്ല, മുതിർന്ന പൗരന്മാരും വരുമാനം കണ്ടെത്താൻ പുതിയ വഴികൾ തേടുകയാണ്. 53% മുതിർന്ന പൗരന്മാരാണ് ഇത്തവണ ഒന്നിലധികം വരുമാനങ്ങൾ രേഖപ്പെടുത്തിയത്. 4 വർഷം മുൻപ് ഇത് വെറും 28% മാത്രമായിരുന്നു. ഓഹരി വിപണിയിലും ഇവർ പിന്നിലല്ല. ക്യാപിറ്റൽ ഗെയിൻസ് കാണിച്ച മുതിർന്ന പൗരന്മാർ 15% നിന്ന് 42% ഉയർന്നു. ഇതോടൊപ്പം രാജ്യത്ത് ഉയർന്ന വരുമാനക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം കാണിച്ചവർ 32% ഉയർന്നു. 2023-24 ഇത് 22% മാത്രമായിരുന്നു. മികച്ച നിക്ഷേപങ്ങളും ബിസിനസ് വരുമാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ശമ്പളത്തെ മാത്രം ആശ്രയിച്ചുണ്ടായിരുന്ന പഴയകാല ശീലങ്ങളിൽ നിന്ന് മാറി മൾട്ടിപ്പിൾ ഇൻകം അഥവാ പലവഴിക്ക് വരുമാനമെന്ന സ്മാർട്ടായ ശീലത്തിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു. സാമ്പത്തിക സാക്ഷരതയുടെ പുതിയ പാതയിലൂടെ കുതിക്കുന്ന ഈ മാറ്റം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും വലിയൊരു ഉണർവാണ് നൽകുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യക്കാരുടെ സാമ്പത്തിക ശീലങ്ങൾ മാറിമറിയുകയാണ്. ശമ്പളത്തെ മാത്രം ആശ്രയിച്ചിരുന്ന പഴയ രീതികളിൽ നിന്ന് മാറി നിക്ഷേപങ്ങളിലൂടെയും ഫ്രീലാൻസിംഗിലൂടെയും ബിസിനസ്സിലൂടെയും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നത് ഇന്നൊരു ട്രെൻഡായി മാറിയിരിക്കുന്നു. ചെറുപ്പക്കാരും മുതിർന്ന പൗരന്മാരും ഒരുപോലെ ഈ സാമ്പത്തിക മാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ രാജ്യത്തിന്റെ മൂലധന നേട്ടത്തിലും ബിസിനസ് വരുമാനത്തിലും അത് വലിയ വർധനവിനാണ് കാരണമായിരിക്കുന്നത്. ലോകകപ്പ് പോരാട്ടങ്ങൾ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പുതിയ ജേഴ്സി നിറത്തെ ചൊല്ലി ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി ഇതിഹാസ താരം PR ശ്രീജിത്ത് രംഗത്ത്. കായിക രംഗത്ത് നിന്ന് രാഷ്ട്രീയം പൂർണ്ണമായും മാറ്റി നിർത്തണമെന്നും ജേഴ്സി നിറം മാറ്റുന്നതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ലെന്നും മുൻ ക്യാപ്റ്റൻ കൂടിയായ ശ്രീജേഷ് വ്യക്തമാക്കി. വരാനിരിക്കുന്ന ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യൻ ഹോക്കി ടീമിന്റെ പരമ്പരാഗത ജേഴ്സി നിറം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് PR ശ്രീജേഷ്. ടീമിന്റെ ജേഴ്സി മാറ്റം കായിക ലോകത്തും മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി മാറിയ പശ്ചാത്തലത്തിലാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമാകുന്നത്. ഓഗസ്റ്റ് 15 ആരംഭിച്ച ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ തങ്ങളുടെ പരമ്പരാഗത നീല നിറത്തിന് പകരം കാവി നിറത്തിലുള്ള ജേഴ്സിയാണ് പ്രൈമറി കിറ്റായി ധരിക്കുന്നത്. എന്നാൽ ഈ തീരുമാനത്തിന് അനാവശ്യ രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നതിനെ തള്ളിക്കളഞ്ഞ ശ്രീജേഷ് മുൻപും 2014-2018 ലോകകപ്പുകളിൽ ഇന്ത്യ വ്യത്യസ്ത നിറങ്ങളിലുള്ള ജേഴ്സികൾ ധരിച്ച് കളത്തിലിറങ്ങിയിട്ടുണ്ടെന്ന വസ്തുത ഓർപ്പിച്ചു. അതിനു പുറമെ മുൻപ് ടീമിന്റെ ഒരു ട്രെയിനിങ് കിറ്റ് പോലും ഓറഞ്ച് നിറത്തിലുള്ളതായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മുൻപും പലതവണ സമാനമായി ജേഴ്സി നിറങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലോകകപ്പിന് തൊട്ടുമുമ്പ് മാത്രം ഇത്രയധികം ചർച്ചകളും കോലാഹലങ്ങളും ഉണ്ടാകുന്നതെന്ന് ശ്രീജേഷ് പരസ്യമായി ചോദിക്കുന്നു. പുതിയ ജേഴ്സിയുടെ നിറം കാവി ആയതുകൊണ്ടാണോ അതോ നിറം മാറിയതുകൊണ്ട് മാത്രമാണോ ഇത്രയധികം ആളുകൾ എതിർപ്പുകളുമായി എത്തുന്നതെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. ജേഴ്സി നിറം മാറ്റത്തിന് യാതൊരു അസ്വാഭാവികതയും ഇല്ലെന്ന് വ്യക്തമാക്കിയ 2 തവണ ഒളിമ്പിക് വെങ്കല മെഡൽ നേടിയ ശ്രീജേഷ് കായിക രംഗത്ത് രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്നും കൂട്ടിച്ചേർത്തു. പരമ്പരാഗത നീല ജേഴ്സി മാറ്റി പുതിയ കാവി ജേഴ്സി പ്രൈമറി കിറ്റാക്കാനുള്ള തീരുമാനത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉണ്ടായത്. വീരേൻ, ധനരാജ് പിള്ള, അഭിജിത് പാൽ സിംഗ്, വാസുദേവൻ ഭാസ്കർ, പർഗത് സിംഗ് തുടങ്ങിയ മുൻ ക്യാപ്റ്റന്മാർ ഉൾപ്പെടെയുള്ള പ്രമുഖ കായിക താരങ്ങൾ ഈ നീക്കത്തിനെതിരെ പരസ്യമായി എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നീല ടർഫിൽ നീല ജേഴ്സി ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചാ സുഖക്കുറവാണ് നിറം മാറ്റത്തിന് കാരണമെന്ന വാദത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ശ്രീജേഷ് തനിക്കുള്ള സംശയങ്ങൾ വ്യക്തമാക്കിയത്. നീല ടർഫിൽ കാഴ്ചാസുഖം ലഭിക്കുന്നില്ല എന്ന സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി ജേഴ്സി മാറ്റി സ്ഥാപിച്ച വാദം തികച്ചും വിചിത്രമാണെന്ന് ശ്രീജേഷ് പറഞ്ഞു. 2012 ലണ്ടൻ ഒളിമ്പിക്സ് മുതൽ നീല ടർഫുകൾ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും 2 തവണ മാത്രമാണ് ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി നിറത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം ഓർപ്പിച്ചു. ടോക്കിയോ, പാരീസ് ഒളിമ്പിക്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന ടൂർണമെന്റുകളിലും ഇന്ത്യ നീല ജേഴ്സിയിൽ തന്നെയാണ് കളിച്ചത്. ഇനി കാഴ്ചാസുഖക്കുറവ് തന്നെയാണ് യഥാർത്ഥ പ്രശ്നമെങ്കിൽ ഭാവിയിൽ ഒരിക്കലും ഇന്ത്യൻ ടീം നീല ജേഴ്സി ധരിച്ച് കളത്തിലിറങ്ങാൻ പാടില്ലല്ലോ എന്നും അദ്ദേഹം ചോദ്യമുയർത്തി. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ കളിക്കാരുടെ പൂർണ്ണ സമ്മതത്തോടെയും താൽപ്പര്യത്തോടെയുമാണ് പുതിയ കാവി ജേഴ്സി പ്രൈമറി കിറ്റായി തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ പുറത്തുള്ളവർ ഇതിനെ അനാവശ്യമായി കൂടുതൽ ചർച്ചകളും വിവാദങ്ങളും നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നാണ് PR ശ്രീജേഷ് വ്യക്തമാക്കുന്നത്. മൈതാനത്തിറങ്ങി കളിക്കേണ്ടതും പ്രകടനം നടത്തേണ്ടതും കളിക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ഈ മാറ്റത്തിൽ യാതൊരു എതിർപ്പുമില്ലെങ്കിൽ പുറത്തുനിന്നുള്ള മറ്റാർക്കും അതിൽ പ്രശ്നമുണ്ടാകേണ്ട കാര്യമില്ലെന്നും മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ കൂട്ടിച്ചേർത്തു. കായിക രംഗത്തു നിന്നും രാഷ്ട്രീയത്തെ പൂർണ്ണമായും മാറ്റി നിർത്തണമെന്ന ശക്തമായ നിലപാടാണ് ശ്രീജേഷ് മുന്നോട്ട് വയ്ക്കുന്നത്.
നിലവിൽ യൂറോപ്പിൽ പരിശീലനത്തിലുള്ള ഇന്ത്യൻ ടീമുകൾ പുറത്തുനിന്നുള്ള ഇത്തരം ശബ്ദങ്ങളും വിവാദങ്ങളും തികച്ചും അവഗണിച്ച് വരാനിരിക്കുന്ന ലോകകപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അനാവശ്യമായ ജേഴ്സി വിവാദങ്ങൾ മാറ്റി നിർത്തി ലോകകപ്പിൽ ഇന്ത്യയുടെ 50 വർഷത്തെ മെഡൽ വരൾച്ച അവസാനിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ടീം ഒന്നടങ്കം മുന്നേറണമെന്നാണ് 2 തവണ ഒളിമ്പിക് വെങ്കല മെഡൽ നേടിയ ഈ ഇതിഹാസ താരം ഓർപ്പിക്കുന്നത്. ജേഴ്സി വിവാദങ്ങൾക്കിടയിലും കായിക പ്രേമികളും ആരാധകരും വലിയ പ്രതീക്ഷയോടെയാണ് വരാനിരിക്കുന്ന ലോകകപ്പിനായി കാത്തിരിക്കുന്നത്. ഇതിഹാസ താരം PR ശ്രീജേഷിന്റെ ഈ ഉപദേശം ടീമിന്റെ മാനസിക വീര്യത്തെ ഉയർത്തുമെന്നാണ് കരുതുന്നത്.